राष्ट्रवाद ये हमारी प्रेरणा है, अंत्योदय ये हमारा दर्शन है और सुशासन ये हमारा मंत्र है. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രകടന പത്രികകളെല്ലാം വെറും പ്രകടനം മാത്രമാണോ എന്ന് ചോദിക്കുന്ന ജനത്തിന് മുന്നിലേക്ക് ഒരു മടിയുമില്ലാതെ വാഗ്ദാന പെരുമഴയുമായി എത്തിയിരിക്കുകയാണ് വീണ്ടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ദരിദ്രർക്ക് പ്രതിവർഷം 72,000 രൂപ ഉറപ്പു നൽകുന്ന ന്യായ് പദ്ധതിയാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന പ്രഖ്യാപനമാണ് BJPയുടേത്. സ്ഥിരം പ്രഖ്യാപനങ്ങളായ രാമക്ഷേത്രവും ഏക സിവിൽ കോഡും BJP വീണ്ടും പറയുമ്പോൾ മതേതര ഇന്ത്യ സൃഷ്ടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം. അതേസമയം തൊഴിലാളികൾക്ക് പ്രതിമാസം കുറഞ്ഞ വേതനം 18,000 രൂപയാക്കുമെന്നായിരുന്നു CPM പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. അവകാശവാദങ്ങൾക്കും പൊള്ളയായ പ്രകടനങ്ങൾക്കും അപ്പുറം എന്താണ് ഈ പ്രകടന പത്രികകൾ? തൊഴിലിലും മിനിമം വരുമാനത്തിലും കോൺഗ്രസ് മുറുകെ പിടിക്കുമ്പോൾ ദേശീയതയും ഹിന്ദുത്വവുമാണോ BJPയുടെ പ്രകടന പത്രിക? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. പ്രകടനമാണോ പത്രിക? അത് തന്നെയാണ് പ്രൈം ഡിബേറ്റിലെ ചോദ്യം. പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും. പ്രൈം ഡിബേറ്റിൽ അതിഥി പാനൽ ചേർന്നു. CPM നേതാവ് M സ്വരാജ് കൊച്ചിയിൽ നിന്ന്, BJP നേതാവ് VV രാജേഷ് തിരുവനന്തപുരത്തു നിന്നും, കോൺഗ്രസ് നേതാവ് വിദ്യാബാലകൃഷ്ണൻ കോഴിക്കോട് നിന്നും, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ N ലാൽകുമാർ സ്റ്റുഡിയോയിൽ നിന്നും ചേർന്നു. അതിഥികളിലേക്കും ചർച്ചയിലേക്കും. വാഗ്ദാന പെരുമഴയുമായി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികകൾ വെറും പ്രകടനം മാത്രമാണോ പത്രികകൾ എന്ന് ചർച്ചയിലേക്ക് കടക്കുന്നു പ്രൈം ഡിബേറ്റ്. ആദ്യം CPM നേതാവ് M സ്വരാജിലേക്ക്. സ്വരാജ്, ആദ്യഘട്ട പോളിംഗിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് BJPയുടെ പ്രകടന പത്രിക വന്നിരിക്കുന്നത്. സ്ഥിരം പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ട്, രാമക്ഷേത്ര നിർമ്മാണമുണ്ട്, ഏകീകൃത സിവിൽ കോഡും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. കോൺഗ്രസിന്റെ ആരോപണം പറയുന്നത് മിനിമം വരുമാനത്തെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും കോൺഗ്രസ് പരാമർശിക്കുമ്പോൾ അതെല്ലാം നാമമാത്രമായിട്ട് മാത്രമാണ് BJPയുടേതെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും പത്രികകളെ കാണുന്നത് ഇടതുപക്ഷം? ബൂർഷ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെയും പ്രകടന പത്രികയെയും കാണുന്നത് ജനവിരുദ്ധമായ ഒരു ശൈലിയിലാണ്. ഒരു പ്രകടന പത്രികയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തിൻ്റെ ആയുസ് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഇന്ന് BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കുമോ എന്നാണ് BJP കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള കഴിഞ്ഞ സെപ്റ്റംബറിൽ പത്തനംതിട്ടയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ മറുപടി ഞാൻ ആവർത്തിക്കുന്നു. ഈ ചർച്ചയിൽ BJPയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കുമോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തുടർന്ന് അദ്ദേഹം ചോദ്യത്തിൽ കൂട്ടിച്ചേർക്കുന്നു, തിരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന കാര്യങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചുള്ള വാഗ്ദാന ലംഘനങ്ങളെ സംബന്ധിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ വളരെ വ്യക്തവും കൃത്യവും കാര്യമാത്ര പ്രസക്തവുമായ മറുപടിയാണ്, ഇതൊന്നും കാര്യമായി എടുക്കേണ്ടതല്ല, ഇത് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ്, ഇത് ഞങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നതാണ്. പറ്റിക്കാൻ വേണ്ടി മാത്രമാണെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇത് അവർ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രകടന പത്രിക വരുമ്പോൾ ഇത് നമ്മുടെ മുൻപിലുണ്ട്. ശ്രീധരൻപിള്ള പറഞ്ഞ ഈ കാര്യം ശരിയാണെന്ന് അവരുടെ മുൻകാല പ്രകടന പത്രികകൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചു. 96 മുതൽ എല്ലാ പ്രകടന പത്രികയിലും പറയുന്നതാണ് അല്ലേ? 96, 98, 99, 2004, 2009, 2004, 2009, 2014, ഇപ്പോൾ 2019. 7ാം തവണയാണ് രാമക്ഷേത്രം പറയുന്നത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ പറ്റിക്കാനും വർഗീയമായ വികാരം ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടിയല്ലേ? തെരഞ്ഞെടുപ്പിൽ വർഗീയ വികാരം ഉയർത്തിക്കൊണ്ടുവരാനല്ലേ? അപ്പോൾ ഇത് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസും ഒട്ടും വ്യത്യസ്തമൊന്നുമല്ല. ഇപ്പോൾ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് കൊല്ലമാണ് ഉയർത്തിയതെന്നറിയോ നമുക്ക്? ഓരോ തെരഞ്ഞെടുപ്പിലെയും മുഖത്ത് ജനങ്ങളെ വഞ്ചിക്കാനും ആ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനും വേണ്ടി മാത്രം മുൻപോട്ട് വെക്കുന്ന കേവലം പൊള്ളയായിട്ടുള്ള വാഗ്ദാനം എന്നുള്ള പേര് തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. അതാണ് ബൂർഷ പാർട്ടികളെ സംബന്ധിച്ച് എല്ലാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളും എന്ന് അവരവർ തെളിയിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ആ കൂട്ടത്തിൽ CPM കൂട്ടിച്ചേർത്ത് പറഞ്ഞു, അത് വേണ്ടിയിരുന്നില്ല. 2 കാരണം കൊണ്ട്. ഒന്ന്, CPIM ഒറ്റയ്ക്ക് നാളെ ഇന്ത്യ ഭരിക്കാൻ പോകുന്നൊരു പാർട്ടിയല്ല. ഞങ്ങൾ മുൻപോട്ട് വെച്ച പ്രകടന പത്രിക ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ഞങ്ങൾ പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം വന്നാൽ ആ ഗവൺമെൻറ്റുമായി ഞങ്ങൾ കോമൺ മിനിമം പ്രോഗ്രാമിൽ ഏർപ്പെടാറുണ്ട്.
ആ കോമൺ മിനിമം പ്രോഗ്രാമിന് വഴികാട്ടിയാവുക ഞങ്ങളുടെ മാനിഫെസ്റ്റോയാണ്. ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പല ചരിത്രപ്രസിദ്ധമായ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കേരളത്തിലാണെങ്കിൽ ഞങ്ങളുടെ പ്രകടന പത്രികയുടെ ഏതെല്ലാം ഭാഗങ്ങൾ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഓരോ വർഷവും പരിശോധന നടത്തുകയും പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം കൂട്ടിച്ചേർത്ത് ഇതൊക്കെ കണക്കാണ് എന്ന് പറയുന്നത് അരാഷ്ട്രീയമായ ഒരു ശൈലിയാണ്, വസ്തുതയോ യാഥാർത്ഥ്യമോ അല്ല. സ്വരാജ്, രാജ്യം ഭരിക്കുമെന്ന് അവകാശപ്പെടുന്ന രണ്ട് പാർട്ടികൾ അത് തന്നെ എടുത്ത് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങണം. പറഞ്ഞതുപോലെ CPM-നെ മാറ്റി നിർത്തിയാൽ തന്നെ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രകടന പത്രികയിൽ കൃത്യമായ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? തൊഴിലില്ലായ്മ, കർഷക ദുരിതം, സ്ത്രീ സുരക്ഷ, ഇതൊക്കെയാണ് ഞങ്ങളിതാ പറയുന്നതെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. പക്ഷേ ദേശീയത, പ്രതിരോധം, വിശ്വാസം, ഈ 3 വിഷയങ്ങളാണ് BJP പ്രാധാന്യം നൽകുന്നത് എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? അല്ല, അതിൽ ചില വാസ്തവങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനോട് ഞങ്ങൾക്കുള്ള ശക്തമായ വിയോജിപ്പ് അവരുടെ നയസമീപനങ്ങൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സാമാന്യ ജനതയുടെ ഇച്ഛയ്ക്കെതിരാണ് എന്നതുകൊണ്ടാണ്. പക്ഷേ ആ എതിർപ്പുയർത്തുമ്പോഴും അടിസ്ഥാനപരമായി കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അല്ലെങ്കിൽ പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ വർഗീയ ഫാസിസത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും തത്വത്തിൽ മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് ഇപ്പോഴും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ BJP അങ്ങനെയല്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപമുള്ള ഒരു തിന്മയാണ് BJP. അവർ മതവർഗീയതയാണ് അവരുടെ ആയുധം. ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, വർഗീയാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, മത റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അത്തരത്തിലുള്ളൊരു ധ്രുവീകരണത്തിന് ലക്ഷ്യമിടുന്ന നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗമാണവർ. അവരെ ഭയപ്പെടണം. അവരുടെ കയ്യിൽ ഇന്ത്യയിൽ വീണ്ടും അധികാരം വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാവും. അപ്പോൾ ഈ പ്രകടമായ വ്യത്യാസം പ്രകടന പത്രികകൾ കാണാം, ഈ വ്യത്യാസം കാണാം. പക്ഷേ പ്രകടന പത്രിക എന്ന നിലയിൽ പരിശോധിക്കുമ്പോൾ രണ്ടു കൂട്ടരും മുൻപോട്ട് വെക്കുന്നത് നൈമിഷികമായ തെരഞ്ഞെടുപ്പ് ലാഭത്തിനു വേണ്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. ആ കാര്യത്തിൽ ഈ കൂട്ടർ തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ അവരുടെ പരിഗണനാ വിഷയങ്ങൾ അവരുടെ രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ്. കോൺഗ്രസിൻ്റെതായാലും നടപ്പാക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ തിരികെ വരാം. സ്വരാജ്, VV രാജേഷ്, രണ്ട് ചോദ്യമാണ്. ഒന്ന്, പത്രിക പുറത്തിറങ്ങിയ ഉടനെ കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിന്റെ പ്രതികരണം ഈ മാനിഫെസ്റ്റോയുടെ BJP മാനിഫെസ്റ്റോയുടെ പുറം കവറിനെ കുറിച്ചുള്ളതാണ്. നോക്കൂ, BJP-യുടെ മാനിഫെസ്റ്റോയുടെ പുറം കവറുള്ളത് ഒറ്റ ഒരാളുടെ പടമാണ്. അതേസമയം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിലുള്ളത് ഒരാൾക്കൂട്ടമാണ്, ജനമാണ് എന്ന് പറയുന്നു. ഒന്ന് ചോദ്യം. രണ്ടാമത്തത്, ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM നേതാവ് സ്വരാജ് ചോദിച്ച ചോദ്യമാണ്. രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണോ? 75 വാഗ്ദാനങ്ങളിൽ ഏതായിരിക്കും നടപ്പാക്കാൻ സാധ്യത? ഏത് വിശ്വസിക്കണം ജനങ്ങൾ എന്ന്? പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടെ പറയോ? സ്വരാജ് ചോദിച്ച ചോദ്യം ഏതാ? 75 വാഗ്ദാനങ്ങളിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. നേരത്തെ BJP അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞ ഒരഭിപ്രായമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ സംബന്ധിച്ച്. അത് രാജേഷ് വന്ന് ചേർന്നിട്ടുണ്ടായിരുന്നില്ല ചർച്ചയിൽ. അപ്പോൾ ആ സമയത്താണ് സ്വരാജ് ആ പരാമർശം നടത്തിയത്. എന്താണ് വിശ്വസിക്കേണ്ടത് ഈ വാഗ്ദാനങ്ങളിൽ എന്നുള്ളൊരു ചോദ്യം കൂടി CPM-ന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ഞാൻ ആദ്യം അഹമ്മദ് പട്ടേൽ പറഞ്ഞതിന് മറുപടി പറയാം. അതെ, ഒറ്റ പടം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ക്യാപ്റ്റൻ്റെ പടം. ഞങ്ങൾ 2014 ഒരു വർഷം മുമ്പ് തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച നരേന്ദ്രമോദിയുടെ പടം. 5 വർഷം ഭരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പടം പുറത്ത് അഭിമാനത്തോടെ കാണിക്കാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട്, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് ആ ക്യാപ്റ്റൻ്റെ പടം ഞങ്ങൾ മുൻപിൽ തന്നെ വച്ചിരിക്കുകയാണ്. ഇവിടെ അച്യുതാനന്ദൻ്റെ പടം മുൻപിൽ വച്ചിട്ട് പുറകിൽ കൂടി പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കിയ ചരിത്രമാണ് നമ്മളിവിടെ കണ്ടതെങ്കിൽ, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അഭിമാനത്തോടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് നിൽക്കുന്നു, നിങ്ങൾ അംഗീകരിച്ചോളൂ, നിങ്ങൾ വിലയിരുത്തിക്കോളൂ ഞങ്ങൾ പറഞ്ഞ് അധികാരത്തിലെത്തി 5 വർഷം ഭരിച്ചതിന് ശേഷം അതേ ക്യാപ്റ്റൻ്റെ ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം നേടി അതേ ക്യാപ്റ്റൻ അതാ അന്തസ്സോടെ കൈയും കെട്ടി നിൽക്കുന്ന പടം മുമ്പിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത്. ഇതാണ് അഹമ്മദ് പട്ടേലിന് മറുപടി. അഹമ്മദ് പട്ടേലിന് അതിനകത്തേക്ക് കയറുവാനുള്ള മനോധൈര്യമില്ല. അതുകൊണ്ടാണ് പുറംചട്ടയിൽ ഇങ്ങനെ കിടന്ന് ഓടുന്നത്. അകത്ത് കയറിയ 75 കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് ചർച്ച ചെയ്യുവാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പുറംചട്ടയിൽ നിൽക്കുക. അദ്ദേഹം പുറംചട്ടയിൽ തന്നെ നിൽക്കട്ടെ. ഇനി CPM ഇവിടെ അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിൻ്റെ നല്ലൊരു ശതമാനവും ഒരു പ്രസംഗത്തിൻ്റെ, പത്തനംതിട്ടയിലെ ഒരു പ്രസംഗത്തിൻ്റെ പിന്നാലെ പോയി. ഞാൻ അതിലേക്ക് വരുന്നില്ല, കാരണം കാതലായ വിഷയം
പ്രകടന പത്രികയിൽ ഇന്ന് BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അതോടൊപ്പം തന്നെ BJPയുടെ പ്രധാനമന്ത്രിയും കൂടി ചേർന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും കൂടി ചേർന്ന് രാജ്നാഥ് സിംഗ്ജിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയതാണല്ലോ വിഷയം. ഇതിൽ ഏതാണ് 75 കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നതെന്ന്? അപർണ, വൈവിധ്യമുള്ള നമ്മുടെ രാജ്യത്തിൽ 135 കോടി ജനങ്ങൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിൽ 75 കാര്യം, ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രത്യേക സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ, സ്വാതന്ത്ര്യ വാർഷികത്തിൽ 75 പദ്ധതികൾ മുന്നിലോട്ട് വച്ചിരിക്കുന്നു. ഈ 75 പദ്ധതികൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. 75 പദ്ധതികളും ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്. അതായത് കൂലിപ്പണിക്കാർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു പദ്ധതിയാണെങ്കിൽ ആ കൂലിത്തൊഴിലാളികൾ നിലനിൽക്കേണ്ട ഈ രാജ്യത്തിന് ആവശ്യമാണ്. സ്മാർട്ട് ഫെൻസിങ് നമ്മുടെ ഒരു പദ്ധതി അതാണല്ലോ, സ്മാർട്ട് ഫെൻസിങ്. നമ്മുടെ രാജ്യത്ത് സ്മാർട്ട് ഫെൻസിങ് ആവശ്യമാണെന്നുള്ള ഒരു പദ്ധതി ഈ രാജ്യത്തിൻ്റെ മുഴുവനും സുരക്ഷയ്ക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അത് വർദ്ധിപ്പിക്കും എന്ന് പറയുമ്പോഴേക്കും ഈ രാജ്യത്തിന് മുഴുവനായിട്ട്. അപ്പോൾ 75 പദ്ധതികൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ് നടപ്പിലാക്കാമെന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്, നടപ്പിലാക്കിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു. പിന്നെ പല വിമർശനങ്ങളും വരും, വിമർശനങ്ങൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രകടന പത്രികയൊക്കെ CPM കുറ്റപ്പെടുത്തുന്നല്ലോ. ഞാൻ CPMൻ്റെ കുറ്റപ്പെടുത്തലിലേക്ക് ഞാൻ പോകുന്നില്ല. CPMൻ്റെ പ്രകടന പത്രിക ഒരൊറ്റ കാര്യം ഞാൻ മാത്രം പറയാം. തമിഴ്നാട്ടിലെ CPM ഒരു പ്രകടന പത്രിക പുറത്തിറക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഉയരം കൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് അർത്ഥം അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഞങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ആഴ്ത്തുമെന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. ഇങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ. ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സാണ്. ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജേഷ്, ദരിദ്രർക്ക് പ്രതിവർഷം 72,000 രൂപ വാഗ്ദാനം ചെയ്യുന്ന ന്യായ് പദ്ധതിക്ക്, കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. പക്ഷെ അതിനൊരു ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പോപ്പുലസ് പദ്ധതി എന്തുകൊണ്ടാണ് BJPയുടെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത്? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ BJPക്ക്? അല്ല, എവിടെ അക്സെപ്റ്റൻസ് കിട്ടി? 72,000 രൂപ കൊടുക്കുമെന്ന് പറയുന്നതിൽ എവിടെ അക്സെപ്റ്റൻസ് കിട്ടിയെന്ന് അപർണ പറയുന്നത്? അപർണ അത് പറയുമ്പോൾ 10 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന ഒരു ബഡ്ജറ്റ് കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ വാർഷിക ബഡ്ജറ്റിൻ്റെ ഏകദേശം ഒരു 3-1 വരുന്ന ഒരു തുക അഡീഷണലായി കണ്ടെത്തേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈ കോൺഗ്രസ് പറയണ്ടേ ഫ്രം വെയർ, ഞങ്ങൾ എവിടെ നിന്ന് ഈ തുക സമാഹരിക്കുമെന്ന് പറയണ്ടേ? അതവർ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികളിലാണെങ്കിൽ ഏത് പദ്ധതിയാണ് പോപ്പുലർ അല്ലാത്തത്? മുദ്രാ ലോൺ ലഭിക്കുന്നവരുടെ എണ്ണം വ്യാപിപ്പിക്കും എന്ന് പറയുന്നത് പോപ്പുലർ അല്ലേ? 25 ലക്ഷം കോടി രൂപ കർഷകർക്ക് വേണ്ടി മാറ്റിവെക്കും എന്ന് പറയുന്നത് പോപ്പുലർ അല്ലേ? ന്യായവില കർഷകർക്ക് വരുമാനം ഇരട്ടിയാക്കും എന്ന് പറയുന്നത് പോപ്പുലറായിട്ടുള്ള പദ്ധതിയല്ലേ? ഇതിൽ ഏത് പദ്ധതിയാണ്? അതുപോലെ തന്നെ വിരമിക്കുന്ന സൈനികരുമായി ചേർന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അവരുടെ പുനരധിവാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറയുന്നത് പോപ്പുലർ അല്ലേ? ഈ പറയുന്ന 75 പദ്ധതികളിൽ ഏത് പദ്ധതിയാണ് പോപ്പുലർ അല്ലാത്തത് എന്ന് അപർണ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കാം. ഞാൻ തിരികെ വരാം. രാജേഷ്, വിദ്യാ ബാലകൃഷ്ണൻ, രാഹുൽ ഗാന്ധി പറയുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വാഗ്ദാനങ്ങൾ പോലെയല്ല, വ്യാജമായിട്ടുള്ള ഉറപ്പുകൾ ഒന്നും അതിലില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് BJPയെ തന്നെയാണല്ലോ. BJPയുടെ പ്രകടന പത്രിക ഇന്നാണ് വന്നതെങ്കിലും ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ന്യായ് പദ്ധതി സംബന്ധിച്ച് അത് BJP ഉയർത്തുന്ന ആരോപണം മാത്രമല്ല, എങ്ങനെയാണ് ഇതിന്റെ ഫണ്ടിങ് എന്നത് സംബന്ധിച്ചുള്ള സംശയമൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം VV രാജേഷ് അങ്ങനെ ഒരു ചോദ്യവും ഒരു ആരോപണവും ഉന്നയിച്ചിട്ടുമുണ്ടാവുക. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ന്യായ് എന്ന് പറയുന്ന പദ്ധതി തന്നെയാണ് ഈ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റവും കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ 1ാം UPയുടെ കാലത്ത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് സ്വരാജ് കോമൺ മിനിമം പദ്ധതി എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത്. ആ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തും BJPയും അതുപോലെ തന്നെ മറ്റു പല ആളുകളും ഇതിൽ ആശങ്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നായിരുന്നു. ഇവിടെ 72,000 രൂപ കൊടുക്കുമെന്ന് പറയുമ്പോൾ പരമാവധി മാസം 12,000 രൂപ വരെ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ
ഇടതുപക്ഷം പറഞ്ഞല്ലോ ആദ്യം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നെ അവർ പറയുന്നു തൊഴിലാളികൾക്ക് ഞങ്ങൾക്ക് 18,000 രൂപ വെച്ചിങ്ങാഞ്ഞ് പദ്ധതി നടപ്പിലാക്കി കൊടുക്കാം, അവരുടെ സാമ്പത്തിക വരുമാനം ഉയർത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമെന്ന്. ഇതുമായി ബന്ധപ്പെട്ട പല ഡിസ്കഷൻസ് നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് പല സാമ്പത്തിക വിദഗ്ധന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ അഭിപ്രായം പറഞ്ഞു. പല ആളുകളും മുൻ റിസർവ് ബാങ്ക് ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുന്ന സമയത്ത് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിരവധിയായിട്ടുള്ള പദ്ധതികൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികൾ പലപ്പോഴായിട്ട് നടപ്പിലാക്കി അത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ചരിത്രമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അല്ലാതെ BJP പറയുന്നത് പോലെ അല്ലെങ്കിൽ ശ്രീധരൻപിള്ള പറയുന്നത് പോലെ നടപ്പിലാക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇലക്ഷന്റെ മുന്നിലുള്ള ഒരു ഗിമിക്സ് മാത്രമായിട്ടല്ല കോൺഗ്രസ് ഒരു പ്രകടന പത്രികയെ കാണുന്നത്. വിദ്യാബാലകൃഷ്ണൻ, അഹമ്മദ് പട്ടേൽ നേരത്തെ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ, നേരത്തെ വി രാജേഷിനോട് ചോദിച്ചത്. ആ രീതിയിലുള്ള ഒരു ആരോപണമുണ്ട്. അത് ഒരു കൃത്യമായ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ചൂണ്ടിക്കാട്ടാൻ ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉള്ളത് കൊണ്ടാണ് ആ രീതിയിൽ ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹമ്മദ് പട്ടേലിന് മാനിഫെസ്റ്റോയ്ക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്ന് പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നു വി രാജേഷ്. അതിൽ യാതൊരു ആവശ്യവുമില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുണ്ട്, രാഹുൽ ഗാന്ധിയാണ്. കേരളത്തിലാണ് അദ്ദേഹം വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ BJP പറയുന്നത് പോലെ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകടന പത്രികയും അതിൻ്റെ ലീഡർഷിപ്പിനെയും എല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP ചെയ്യുന്നത് അഡ്വാനിയെ മാറ്റി നിർത്തി അതുപോലെ തന്നെ പല BJPയുടെ നേതാക്കന്മാരെ നരേന്ദ്രമോദിക്ക് മുന്നോട്ട് വരാൻ വേണ്ടി പല ആളുകളെയും വെട്ടിനിരത്തി മുന്നോട്ട് പോകുന്ന ഒരു ചരിത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. BJP എന്താണോ അവർ മുൻകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഇടയിൽ തന്നെ ഇതുപോലുള്ള ആളുകളെ വെട്ടിനിരത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഇലക്ഷനിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ യാതൊരു സംശയം വേണ്ട, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് അംബാനിക്കും അഡാനിക്കും വേണ്ടി മാത്രം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ ജനങ്ങളിൽ നിന്ന് ഓടി ഒളിച്ച ഗവൺമെന്റ് ഒരു പ്രസ് മീറ്റ് പോലും നടത്താൻ കഴിയാത്ത ഒരു ക്യാപ്റ്റനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ BJP വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ഇടപെടുന്നു വിദ്യ, ഞാൻ തിരികെ വരാം. ലാൽകുമാർ, ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ കാര്യമല്ല, ദേശീയ തലത്തിലാണല്ലോ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. കൂടുതൽ വിശ്വസനീയമെന്ന് തോന്നുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയാണോ അല്ലെങ്കിൽ BJPയുടെ പത്രികയാണോ? തൊഴിൽ വാഗ്ദാനം എന്ന ഒരു സ്ഥിരം പതിവ് പല്ലവി ഒക്കെ വിട്ടിട്ട് കോൺഗ്രസ് ഇത്തവണത്തെ പ്രഖ്യാപനം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ ഒഴിഞ്ഞു കിടക്കുന്ന 24 ലക്ഷം തസ്തികകളിൽ നിയമനം നടത്തും, അങ്ങനെ വിശ്വസിച്ചു പോകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് കോൺഗ്രസിന്റെ പത്രികയിലുള്ളതെന്ന് പറഞ്ഞാൽ? അല്ല, നമ്മൾ ഒരു സാധാരണ മതനിരപേക്ഷമായിട്ട് ചിന്തിക്കുന്ന ന്യായമായി ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കോൺഗ്രസിൻ്റെ പത്രികയാണ് നല്ലതെന്ന് പറയാൻ കഴിയും. ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിരിക്കുന്നത് സെഡീഷൻ ലോ ഇല്ലാതാക്കും. ഈ സർക്കാർ വന്നേ പിന്നെ 2014 മോഡി അധികാരത്തിൽ വന്നേ പിന്നെ എത്രമാത്രമാണ് സെഡീഷൻ ലോ ഉപയോഗിച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടിലാക്കിയത്? ഇപ്പോൾ സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല്, ഇത് ആസാമിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു കാര്യം. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന എല്ലാവരെയും ഒരുപോലെ കരുതുന്ന, അതിന് പകരം ഹിന്ദുക്കളും ജൈനന്മാരും ബുദ്ധന്മാരും ഇന്ന് അങ്ങനെ തന്നെ അവരുടെ പത്രികയ്ക്കകത്തുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഈ നാട് സെക്കുലർ അല്ലാതെ പോളറൈസ് ചെയ്യുക എന്ന് പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിനെതിരെയാണ് കോൺഗ്രസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു കാര്യം കൂടെ അടിച്ചു, രാജേഷ് ഇപ്പം മുമ്പ് പറഞ്ഞു ഏറ്റവും വളരെ മനോഹരമായ, അത് 2014 മോഡിജി ഇതൊക്കെ പറയുമ്പോഴും വളരെ നല്ലതായിരുന്നു. ഈ എംബോൾഡൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് പോലെ വളരെ വെണ്ടയ്ക്കാവൽക്കരിച്ച സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. ഇവരുടെ പ്രകടന പത്രികകൾ ഇല്ലാഞ്ഞ ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ചെയ്തൊരു കാര്യം ചെയ്ത് നമ്മളെ തൊലച്ചതാണ്. ഇവിടുത്തെ സാധാരണ പാവപ്പെട്ടവൻ ഡിമോണിറ്റൈസേഷൻ ഈ പ്രകടനപത്രിക നോക്കിയാണോ കണ്ടുപിടിച്ചത്? അല്ല, തൊലച്ചതാണെന്നുള്ള കാര്യത്തിൽ അത് വേറെ ആരുടെയും ഇത് അനുവാദമൊന്നും വേണ്ട, അത് തൊലച്ചതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കാർഷിക രംഗത്തെ വളർച്ച 2022 ഇരട്ടിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തിൽ നിന്ന്. അത് ബോധമുള്ളവർ, കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് പറയാൻ പറ്റും നടക്കില്ല. കാര്യം 14% മിനിമം അഗ്രേറിയൻ സെക്ടർ ഗ്രോ ചെയ്താൽ മാത്രമേ അത് നടക്കൂ. 14% ഗ്രോ ചെയ്യാൻ അഗ്രേറിയൻ സെക്ടറിന് പറ്റില്ല. കാര്യം സ്വതന്ത്ര ഭാരതത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല, മോഡിജിയുടെ കീഴിൽ ഇപ്പോഴും നടന്നിട്ടില്ല. എന്നുവെച്ചാൽ അഗ്രേറിയൻ സെക്ടറിൽ പ്രൊഡ്യൂസ് കൂടുന്നതിന് ഒരു ലിമിറ്റേഷൻ എല്ലാം ഉണ്ട്. ഈവൻ ചൈനയ്ക്കോ അല്ലെങ്കിൽ എല്ലാ നാടുകളിലുള്ളതാണ്. ഇത് ചുമ്മാ എന്തെങ്കിലും എഴുതി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല ഒന്നത്. പിന്നെ ഇവർ വളരെ നല്ല സൂപ്പർ സ്കീമായിട്ട് പറഞ്ഞ ബേട്ടി ബച്ചാവോ അങ്ങനൊരു സാധനമുണ്ട്. എൻ്റെ ഹിന്ദി മേ ബി റോങ്. സോ ആ പോളിസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് 56% ഇവർ വെച്ചിരിക്കുന്ന അക്കൗണ്ടിൽ 56% മൊത്തം അലോക്കേറ്റഡ് ഫണ്ടിനകത്ത് 56% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിജിയുടെ പരസ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കാ ഗുണം?
മോഡിജി തിരിഞ്ഞു മറിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ കാണുന്നതുകൊണ്ട് ഈ നാട്ടിൽ ആർക്കാകണം? ഇത് അടുത്ത ചോദ്യമാണ്. ഇത് കാണിക്കാനാണോ? ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ട് നാട്ടുകാർക്ക് എന്താ ഗുണം എന്നുള്ള അടുത്ത ചോദ്യത്തിനെ കുറിച്ച് മറുപടി പറയണം. പിന്നെ ഇവരെല്ലാം കാണുന്ന സുവർണ്ണ സുന്ദര ഭാരതം എനിക്കും താല്പര്യമാണ് കേൾക്കാൻ. ഇന്നത്തെ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3.4% ആണ്. രാജേഷ് മറുപടി പറയേണ്ടതാണ് സത്യത്തിൽ. എങ്ങനെയാണ് ഇവർ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് ഫണ്ട് കണ്ടെത്താൻ പോകുന്നതെന്ന്? ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ ഇവർ എങ്ങനെ ഈ പറഞ്ഞതെല്ലാം രാജേഷിന്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുന്നേ ലാൽകുമാർ ഒറ്റ കാര്യം കൂടെ, ഈ കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയായിരുന്നല്ലോ BJP, എന്നിട്ട് ദേശീയതയും വിശ്വാസത്തെയും മുറുകെ പിടിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏത് ദേശരാഷ്ട്രമാണെങ്കിലും മിനിമം വേജ് എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഗ്രോ ചെയ്യാനുള്ള സാധ്യത, ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത, ഡിമാൻഡ് കൂടാനുള്ള സാധ്യത, അതുവഴി ഗ്രോത്ത് നടക്കുന്ന കാര്യം സാധ്യത കൂടുതലാണ്. അത് തന്നെയാണ് രഘുറാം രാജനും പറഞ്ഞത്. പക്ഷേ രഘുറാം രാജൻ ഇത് ഈസി ആയിട്ട് നടക്കുമെന്ന് കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ പോലെ ഈസി ആയിട്ട് നടക്കുമെന്നല്ല രഘുറാം രാജൻ പറഞ്ഞത്. രഘുറാം രാജൻ പറഞ്ഞത് ഇങ്ങനൊരു സ്കീം വേണമെന്നും ഇങ്ങനൊരു കാര്യം ഉണ്ടെങ്കിൽ നല്ലതാണെന്നും, പക്ഷേ എത്രമാത്രം നമുക്ക് അതിനുള്ള ഫിസിക്കൽ പ്രൂഡൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടെന്ന് തന്നെയാണ് രഘുറാം രാജൻ. ഞാൻ തിരികെ ലാൽകുമാർ രാജേഷിലേക്ക് മറുപടിക്ക് പോകുന്നതിന് മുൻപ് സ്വരാജിലേക്ക് കൂടി, സ്വരാജ് നേരത്തെ രാജേഷ് പറഞ്ഞതിന്റെ ചോദ്യത്തിന് മറുപടി കൂടി സ്വരാജിനുണ്ടാവും. എന്നാലും ചോദിക്കട്ടെ സ്വരാജ്, BJPയുടെ പ്രകടന പത്രികയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പറയുന്നത് മാത്രമല്ല, ഇത്തവണ ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. രോഹിംഗ്യകളോട് NDA സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ഒരു പക്ഷേ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ആ പത്രികയിലുള്ളത്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം, ശ്രീ രാജേഷിയുടെ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയില്ല അദ്ദേഹം എന്തുകൊണ്ടാണ് പറയാതിരുന്നതെന്ന്. അദ്ദേഹം ന്യായമായും BJPയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുമ്പോൾ പറയണമല്ലോ. പത്തനംതിട്ടയിലെ പ്രസംഗം എന്നാണ് അദ്ദേഹം സാന്ദർഭികമായിട്ട് പറഞ്ഞത്. ഞാൻ രാജേഷിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. പത്തനംതിട്ടയിലെ പ്രസംഗമല്ല രാജേഷ്, പത്തനംതിട്ടയിലെ വാർത്താ സമ്മേളനമാണ്. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പത്തനംതിട്ടയിൽ വെച്ച് BJPയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ മറുപടി തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ ആരെങ്കിലും കാര്യമായി എടുക്കുമോ? ഇതാണ്. എന്താ അതിൻ്റെ അർത്ഥം? രാജേഷിനേക്കാൾ മുതിർന്ന നേതാവല്ലേ ശ്രീധരൻപിള്ള, നിങ്ങളുടെ പ്രസിഡന്റ് അല്ലേ? അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന വാഗ്ദാനം ആരെങ്കിലും കാര്യമായി എടുക്കുമോ? ആരും കാര്യമായി എടുക്കരുതെന്നും ഞങ്ങളത് പറ്റിക്കാൻ പറയുന്നതാണെന്നും പരസ്യമായി പ്രഖ്യാപിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധി എങ്ങനെ ഈ പ്രകടന പത്രികയെക്കുറിച്ച് വാചാലമാകും? ഒന്നാമത്തെ കാര്യം. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ സൂചിപ്പിച്ചതാണ്, നിങ്ങൾ 7 വട്ടം പറഞ്ഞ കാര്യമാണ് രാമക്ഷേത്രം നിർമ്മിക്കും. 96 മുതൽ പറയുകയാണ്, ഇത് 7ാം തവണയാണ് പറയുന്നത്. ഇത് ജനങ്ങളെ പറ്റിക്കാനല്ലേ? ഇത് വർഗീയ വികാരം ഉണർത്തിപ്പിടാനല്ലേ? ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ജനാധിപത്യ സ്വഭാവം ഉയർത്തിപ്പിടിക്കാനാണോ? കഴിഞ്ഞ പ്രകടന പത്രികയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു രാജേഷേ? 2 കോടി യുവജനങ്ങൾക്ക് വർഷം തോറും തൊഴിൽ കൊടുക്കും, നിങ്ങൾ പറഞ്ഞതല്ലേ? കൊടുത്തില്ലെന്ന് മാത്രമല്ല, നിലവിൽ തൊഴിലെടുക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് നിങ്ങളുടെ നയസമീപനങ്ങളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം തോറും. അതല്ലേ യാഥാർത്ഥ്യം? പെട്രോളിൻ്റെ വില കുറയ്ക്കുന്നു നിങ്ങൾ പറഞ്ഞതല്ലേ? കുറച്ചോ? അല്ലെങ്കിൽ കുറയ്ക്കാൻ ശ്രമിച്ചോ? ക്രൂഡ് ഓയിലിന് പറഞ്ഞപ്പോഴും കള്ളപ്പണം പിടിച്ചുകൊണ്ടിരുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? എത്ര കള്ളപ്പണം നിങ്ങൾ പിടിച്ചു? ഇതിൻ്റെ വെളിച്ചത്തിലാണ് ശ്രീധരൻപിള്ള പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും കാര്യമായി എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ശ്രീധരൻപിള്ളയും ചിലപ്പോൾ രാജേഷ് തന്നെയും പറയും ഇതൊക്കെ ആരെങ്കിലും കാര്യമായി എടുക്കുമോ? അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറുപടി പറയേണ്ടതാണ്. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു CMPയെക്കുറിച്ച്. CMPയിൽ ഉൾപ്പെട്ടതാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയും വനാവകാശ നിയമവും ഒക്കെ. അത് കോൺഗ്രസിന് സ്വന്തം നിലക്ക് വേണമെങ്കിൽ നടപ്പാക്കാമായിരുന്നു. ആരായിരുന്നു തടസ്സം? ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ എത്രയോ ഗവൺമെൻറ്റുകൾ രാജ്യത്ത് വന്നു ഇല്ലേ? ആ ഗവൺമെൻറ്റുകളൊന്നും നടപ്പാക്കിയില്ലല്ലോ. അപ്പോൾ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നടപ്പാക്കായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പിന്തുണയുള്ള സമയത്താണ് നിങ്ങളത് നടപ്പാക്കിയത്. അത് കോമൺ മിനിമം പ്രോഗ്രാമിൽ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്തൊക്കെ എഴുതി വെച്ചെന്ന് എനിക്കറിയില്ല. അതാണ് ഞാൻ പറഞ്ഞ ഗരീബി ഹഠാവോ മുതൽ ഇങ്ങോട്ട് നിരവധി കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഓരോ കാലത്തും എഴുതിയിട്ടുണ്ട്. അത് നടപ്പാക്കിയതിനെക്കുറിച്ച് നമ്മൾ കണക്കെടുക്കുമ്പോൾ നടപ്പാക്കിയതായിട്ടൊന്നും കാണാനും സാധിക്കില്ല. അതാണ് ആ കാര്യം. അവതാരക ചോദിച്ചത് ഒന്നും കൂടി ചോദിക്കണം, എന്നാലും എനിക്കിതിലേക്ക് വരാൻ കഴിയും. ഞാൻ തിരികെ വരാം രാജേഷ്. സ്വരാജ്, അതിന് മുന്നേ രാജേഷിന് മറുപടി പറയാനുണ്ടല്ലോ. രാജേഷ്, വിഷയത്തിനകത്ത് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം, പ്രധാന രാഷ്ട്രീയ കക്ഷിയായ പ്രധാന രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. കഴിഞ്ഞ തവണ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിരുന്ന കള്ളപ്പണ നിരോധനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇത്തവണത്തെ മാനിഫെസ്റ്റോയിൽ സംസാരിക്കാത്തത്? പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ട തൊഴിലില്ലായ്മയെക്കുറിച്ചും നാമമാത്രമായ പരാമർശങ്ങളാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ ആരോപണം മാത്രമാകുന്നില്ലല്ലോ രാജേഷ്? അപർണ, ഒരു 4 പേർക്ക് മറുപടി പറയാനുണ്ട്. അതിനുള്ള സമയം തന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. ആദ്യം സ്വരാജിൽ നമുക്ക് തുടങ്ങാം.
സ്വരാജ് ചോദിച്ചിരിക്കുന്നത് രാമക്ഷേത്രം. ഞാൻ 1 by 1 ആയിട്ട് മറുപടി പറയുകയാണ്, വളരെ പെട്ടെന്ന് പറയാം. സ്വരാജ്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണിപ്പോൾ. ഞങ്ങൾ 96-97 കാലഘട്ടം മുതൽ തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ, അല്ലെങ്കിൽ 92 മുമ്പ് തന്നെ, വളരെ നാളായി ജനസംഘ കാലഘട്ടം മുതൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയമാണ്. രാമക്ഷേത്രം ഈ രാജ്യത്ത് പണിയുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യങ്ങൾ, ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു കാര്യം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ പരമാവധി അതൊരു ചർച്ചയിലൂടെ, സമവായത്തിലൂടെ, സാഹോദര്യത്തിലൂടെ നടപ്പിലാക്കണം. സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിക്കൊണ്ട് ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഉത്തർപ്രദേശിൽ BJPക്ക് അധികാരമുണ്ട്, ഇന്ത്യയിൽ BJPക്ക് അധികാരമുണ്ട്, നിരവധി സംസ്ഥാനങ്ങളിൽ അധികാരമുണ്ട്. ആ അധികാരമുള്ള പാർട്ടി വളരെ പക്വതയോടെ, വളരെ സമന്വയത്തോടെ വേണം ഇക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് പ്രകടന പത്രികയിൽ തന്നെ ഏത് രീതിയിൽ രാമക്ഷേത്ര നിർമ്മാണം നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇന്നോ നാളോ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ച് കടയിൽ നിന്ന് എടുക്കുന്നത് പോലെ നടപ്പിലാക്കുമെന്നല്ല, അതിനെ സമന്വയത്തിലൂടെ, സമവായത്തിലൂടെ നടപ്പിലാക്കും. അത് പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. സ്വരാജിനിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ബഹളമുണ്ടാകണം, അതിൽ നിന്ന് കുറച്ച് മുതലെടുക്കണം. അതിന് ഞങ്ങളെ കിട്ടുകയില്ല. അത് വർഗീയ വികാരം ഇളക്കിയിടാനെന്നൊക്കെ ഉള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, പക്ഷേ അത് നടപ്പിലാക്കും. അത് ഏത് തരം രണ്ട് വിഷയമാണ് രാജേഷ്. ഒന്ന് ചില പ്രഖ്യാപനങ്ങൾ, ചില അവകാശവാദങ്ങൾ. രാജേഷ്, ചില കാര്യങ്ങൾ 1/4 നൂറ്റാണ്ടായി പറയുന്നു എന്നുള്ളതാണ്. 1, 2 അല്ലെങ്കിൽ ഒരു 10 വർഷമല്ല, 1/4 നൂറ്റാണ്ടായി പറയുന്നു രാമക്ഷേത്ര നിർമ്മാണം. ഒന്ന്. രണ്ടാമത്, സ്വരാജ് നേരത്തെ ഉന്നയിച്ച ചോദ്യം തന്നെ പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കുറിച്ച് പത്തനംതിട്ടയിൽ നടത്തിയ പരാമർശം, അത് അങ്ങനെ എളുപ്പം പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനും ഉത്തരമുണ്ടാകണം രാജേഷ്. അല്ല, ഞാൻ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് അപർണ ഇങ്ങനെ ഇടപെട്ട എങ്ങനെ ശരിയാവണത്? ഞാൻ എല്ലാത്തിലും വരാം. നിങ്ങൾ 4 പറഞ്ഞാൽ എനിക്ക് 1 by 1 മറുപടി പറയണ്ടേ? CPM കേരളത്തിലെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഒപ്പോണൻ്റ് ആയതുകൊണ്ടാണ് സ്വരാജിൻ്റെ ചോദ്യത്തിന് ഞാൻ ആദ്യം മറുപടി പറഞ്ഞത്. ഞാൻ ആദ്യം രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലുള്ള ഞങ്ങളുടെ നിലപാട്, എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു. അപർണ എന്നെ തടസ്സപ്പെടുത്തരുത്. രണ്ടാമതായി, സ്വരാജ് ചോദിച്ച ജോലിയുടെ കാര്യം. സ്വരാജിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതാണ് വാട്സാപ്പെങ്കിൽ വാട്സാപ്പ് ചെയ്ത് തന്നേക്കാം. ഞാൻ എൻ്റെ ക്രക്സ് പറയാം. അതായത് 2018 ഡിസംബർ 14-ന് 4 MP-മാർ ഒരുമിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ചോദിച്ച നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യം നമ്പർ 883-ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ശ്രീ ശിവതാപ് ശുക്ല നൽകിയ മറുപടിയിൽ 8/4/2015 മുതൽ 30/11/2018 വരെ പ്രധാനമന്ത്രി മുദ്രാ യോജന പദ്ധതി പ്രകാരം 14,75,34,906 പേർക്ക് മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദ്യത്തിൻ്റെ നമ്പർ വരെ പറഞ്ഞിട്ടുണ്ട്. സ്വരാജിനെ ഇത് അയച്ചു തരാം. 14,75,34,906 പേർക്ക് മുദ്രാ ലോൺ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരാൾ 2 പേർക്ക് വെച്ച് ജോലി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എത്ര പേർക്ക് തൊഴിലവസരങ്ങൾ? എല്ലാ പേർക്കും സർക്കാർ ഉദ്യോഗം കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രത്തിൽ അതിന് സാധിക്കുകയില്ല. പക്ഷേ ജനങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ മുദ്രാവാക്യം വിളിക്കുകയും വെറുതെ എനിക്ക് ജോലി ചെയ്യാൻ മാനസികമായിട്ട് തയ്യാറാവുകയും ചെയ്യാത്തവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള, ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്ക് മുദ്രാ ലോൺ പദ്ധതിയിലൂടെ ഞാൻ പറഞ്ഞ എണ്ണം, അതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് തമിഴ്നാടാണ്. എണ്ണം ഞാൻ പറയാം. തമിഴ്നാട്ടിൽ 1,89,45,297 അക്കൗണ്ട് വഴി മുദ്രാ ലോൺ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് തമിഴ്നാടാണ്. അപ്പോൾ അത്രയും തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ പാർലമെൻറ്റിൽ പറഞ്ഞ ഉത്തരത്തിൻ്റെ ബേസിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ രാമക്ഷേത്രത്തെക്കുറിച്ചും തൊഴിലില്ലായ്മയെക്കുറിച്ച് ഞങ്ങൾ നൽകിയ വാഗ്ദാനം പരിഹരിച്ചതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ഞാൻ വ്യക്തമാക്കി. ഇനി മറ്റൊന്ന്, പത്തനംതിട്ട ശ്രീധരൻപിള്ള സാറിൻ്റെ പത്രസമ്മേളനത്തെക്കുറിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിരവധി ദിവസം ചർച്ച വന്നാണല്ലോ. ഇന്ന് ഈ പ്രകടന പത്രികയുടെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത് 2014 ഒരു പ്രകടന പത്രിക ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ച് അധികാരത്തിൽ വന്നതിൻ്റെ വെളിച്ചത്തിലാണ്. അത് നടപ്പിലാക്കി ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും പ്രധാനമന്ത്രിയും കൂടിയാണ് പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ്. ഇനി ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ലാൽകൃഷ്ണയ്ക്കാണ്. ലാൽകുമാർ. ഈ ശ്രീ ലാൽകുമാർ രാഷ്ട്രീയ നിരീക്ഷകനല്ല. അദ്ദേഹം ലാൽകുമാർ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു വക്താവാണ്. അപർണയ്ക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപർണ വളരെ നന്നായിട്ട് ഗവേഷണം നടത്തി തന്നെയാണ് 2 ഇടതുപക്ഷക്കാരെ ഈ ചർച്ചയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഞാൻ പറയാം. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് നരേന്ദ്രമോദിക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ വികാരം കൊണ്ട്, ദേഷ്യവും ഒക്കെ കൊണ്ടിട്ട് അങ്ങ് ചുവന്ന് തുടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ 3-4 പോയിൻ്റ് ഉണ്ട്. അതിൽ 3 പോയിൻ്റ് ഞാൻ പറയാം.
ഈ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഉയർത്തിപ്പിടിക്കുന്ന 3 പോയിന്റാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. ഒന്ന്, സെഡിഷൻ ലോ എടുത്തു കളയും എന്ന് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് അതിനെ പിന്തുണയ്ക്കുക. അദ്ദേഹം എന്താ കാര്യം, എന്താ JNU പോലുള്ള ഡൽഹിയിലെ ക്യാമ്പസുകളിലൊക്കെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അങ്ങയുടെ സമയത്ത് ഇടപെട്ടിട്ടില്ലല്ലോ ലാൽകുമാർ. അതായത് JNU പോലുള്ള ക്യാമ്പസുകളിൽ അടുത്ത കാലത്തായി ഉയർന്നു വന്ന രാഷ്ട്രദ്രോഹപരമായിട്ടുള്ള മുദ്രാവാക്യം വിളികളും കാശ്മീരിൽ നിന്നുള്ള വിഘടനവാദികളുടെ സ്വാധീനവും ഒക്കെ തന്നെ തടയാൻ വേണ്ടി നരേന്ദ്രമോദി ഗവൺമെൻറ് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി. ആ ഇടപെടലുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർക്ക് അസഹിഷ്ണുതയുണ്ട്. രാഷ്ട്രദ്രോഹ മുദ്രാവാക്യം ഇന്ത്യൻ ക്യാമ്പസുകളിൽ മുഴങ്ങരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശക്തമായ നടപടികൾ എടുക്കുന്നത്. അതുകൊണ്ട് തീവ്രവാദം ഈ രാജ്യത്ത് അമർച്ച ചെയ്യണം. ഞാനൊന്ന് ഇടപെടുന്നു ആ വിഷയത്തിൽ ഞാനൊന്ന് ഇടപെടുന്നു. രാജേഷ്, നേരത്തെ ഞാൻ സ്വരാജ് അതിനെ കുറിച്ചാണ് ചോദിച്ചത്. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന എന്നോട് അപർണ ഇത് ജെന്യുവൻ അല്ല, ഇത് ജെന്യുവൻ അപ്രോച്ച് അല്ല. 4 പേർ എന്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് ആവശ്യമുള്ള സമയം കൊടുക്കുക, ഞാൻ ഉത്തരം പറയുമ്പോൾ അവർ ഇടപെടുന്നു. കൃത്യമായി 4 പേർക്കുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് രാജേഷ്. 4 പേർക്കുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാനത് എണ്ണി തന്നെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ തിരികെ വരാം. ഞാൻ ആ ചോദ്യമാണ് രാജേഷ് പറഞ്ഞു നിർത്തുന്നിടത്തുനിന്ന് ബാക്കി പറയാൻ ഞാൻ അവസാനം അല്ല പൗരത്വ ബില്ലിന്റെ കാര്യത്തിൽ എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. പൗരത്വ ബിൽ, എൻ്റെ ലാൽകുമാർ, ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യകൾ ഈ രാജ്യത്ത് കടന്ന്, ബംഗ്ലാദേശിൽ നിന്നും തീവ്രവാദികൾ പശ്ചിമ ബംഗാൾ കടന്ന് ഇന്ത്യയുടെ ഒരു ഐഡന്റിറ്റി കാർഡ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോഴേക്കും അതിനെതിരായിട്ട് ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്ന് അങ്ങ് പറയുന്നത് ഒരു ചുക്ക് സാധിക്കില്ല. ഞങ്ങൾ ശക്തമായിട്ട് ആ നിയമം നടപ്പിലാക്കും. ഇവിടെ അല്ലല്ല, അദ്ദേഹം പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെയൊക്കെ തന്നെ ഇന്ത്യക്കാരായിട്ട് സ്വീകരിച്ച് ആനയിച്ച് ഇവിടെ ഇരുത്തി ഇവിടെ തീവ്രവാദം വളർത്തണമെന്നാണ്. താങ്കൾ എവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകനായാലും ആ നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല. കൃത്യം 4 പേർക്കുള്ള സമയം തന്നെയാണ് രാജേഷ് തന്നിരിക്കുന്നത്. എനിക്ക് സ്വരാജിലേക്ക് പോകുന്നതിന് മുന്നേ ലാൽകുമാർ അതിനുള്ളൊരു മറുപടി. ഒന്ന്, സിറ്റിസൺ അമെന്റ്മെന്റ് ബില്ലിനെ കുറിച്ച് ഈ റോഹിംഗ്യ മുസ്ലിംസിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞിരുന്നത്. വേറെ ആൾക്കാരും തീവ്രവാദികളായിട്ട് വന്നുകൂടെ? ഇവർക്ക് നേപ്പാളിൽ ഹിന്ദു തീവ്രവാദികൾ വന്നുകൂടെ? ഞാൻ ഇടപെട്ടില്ലല്ലോ താങ്കൾ പറഞ്ഞപ്പോൾ. ഇവർക്ക് ഈ മുസ്ലിങ്ങളെ മാത്രം കാണുമ്പോൾ ഇത്ര തീവ്രവാദം ഒന്ന് തോന്നാനുള്ള കാര്യം റോഹിംഗ്യ മുസ്ലിംസിന്റെ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞതിന് കാര്യം അതാണ്. പിന്നെ ഇവർ പറഞ്ഞല്ലോ സെഡീഷൻ ചാർജ്. ഇന്നലെ കനയ്യകുമാറിനെതിരെ ചാർജ് ചെയ്തേക്കുന്നത് വൃത്തികേടാണ്, ഇവരുടെ ഏമമാർ ചെയ്തത് വൃത്തികേടാണെന്ന് കോടതി പറഞ്ഞില്ലേ? ഞാനല്ലല്ലോ പറഞ്ഞത്. ഇവരുടെ ഏമമാർ എല്ലാം കൂടെ ചെയ്തത് തെറ്റാണെന്ന്, ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞത് ഞാനല്ല, ഇന്ത്യയിലെ കോടതിയാണ്. രാജ് അതുകൂടെ കാണണം ഈ പറഞ്ഞതിന് മുമ്പ്. പിന്നെ എൻ്റെ നിറം ചുമപ്പാണോ പച്ചയാണോ അതൊന്നും പ്രസക്തിയില്ല. ഞാൻ പറയുന്ന കണ്ടന്റിനെ കൗണ്ടർ ചെയ്യാനുണ്ടോ? ബേട്ടി ബച്ചായിക്കകത്ത് 56% പ്രൈം മിനിസ്റ്ററിന്റെ പരസ്യത്തിനാണ് എക്സ്പെൻഡിച്ചർ നടത്തിയെന്ന് പറഞ്ഞതിന് മറുപടി ഉണ്ടോ താങ്കൾക്ക്? താങ്കൾ അത് പറഞ്ഞില്ലല്ലോ. 2022 അഗ്രികൾച്ചറൽ ഡബിൾ എന്ന് പറയുന്നത് നടക്കാത്ത നമ്പറാണ്. താങ്കൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഫിസിക്കൽ ഡെഫിസിറ്റിനെ കുറിച്ച് പിന്തുണയ്ക്കാതിരിക്കുകയല്ലേ രാജേഷ്? അതിന് മറുപടി പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടന്നിട്ട് പോകില്ല രാജേഷ്, പ്ലീസ്. അപർണ, അല്ല അത് നിങ്ങൾ കടക്കാത്തതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയുമ്പോഴേക്കും അവർക്ക് ആവശ്യമുള്ള സമയം കൊടുത്തോണ്ട് നിങ്ങൾ ശബരിമലയിലെ വിഷയം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൽ കടക്കാത്തത്? അതിലുള്ള അപകടം നിങ്ങൾക്കറിയാം. ഇനി പ്രധാനമന്ത്രിയുടെ പ്രധാന വിഷയം അതിലെന്താണ് അപകടം രാജേഷ്? അത് രാജേഷിക്ക് വരുന്ന മുൻപ് ഞാൻ സ്വരാജിനോട് ചോദിക്കട്ടെ. സ്വരാജ്, പ്രധാനപ്പെട്ട വിഷയം അതാണ്. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുമെന്ന് പ്രകടന പത്രികയിൽ കൃത്യപരമായിട്ടുണ്ട്. വിശ്വാസപരമായ വിഷയങ്ങൾ ഒരു കോംപ്രഹെൻസീവ് മാനറിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ കൊണ്ടുവരുമെന്നാണ് പ്രകടന പത്രികയിൽ അവർ പറയുന്നത്. ഭരണഘടനാപരമായ ഒരു സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പറയുന്നത് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായപ്പോൾ അധികാരത്തിൽ ഇരുന്നവർ തന്നെയാണ്. അതായത് സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത സംസ്ഥാന BJP നേതാക്കൾ ഈ വിഷയം കൊണ്ടുവരില്ല എന്ന് പറയുന്നത് എന്ത് കണ്ടിട്ടാകണം? ഞാനിതിലേക്ക് വരാം. എനിക്ക് രാജേഷ് പറഞ്ഞ പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾ തരുന്ന സമയത്തിൽ ഒതുങ്ങിയെന്ന് തന്നെ ഞാൻ പറഞ്ഞോളാം. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈ ചർച്ച മുഴുവൻ ക്ഷമിക്കണം, രാജേഷ് വെറുതെ അലമ്പാക്കുകയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ രാജേഷ് ഒന്നും പറയാനുമില്ല, അപഹാസ്യനായിട്ട് നിൽക്കുകയാണ് രാജേഷ് ഈ വിഷയത്തിൽ. അതുകൊണ്ട് എന്തൊക്കെയോ രാജേഷ് വിളിച്ചു പറയും. രാജേഷ് പറഞ്ഞ മറുപടി തന്നെ നോക്കൂ. ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ച 2 ചോദ്യം അദ്ദേഹം മിണ്ടിയിട്ടേ ഇല്ല. എത്ര കള്ളപ്പണം പിടിച്ചു? 1. 2, പെട്രോളിന് എത്ര വില കുറച്ചു? ഇത് രണ്ടും
മുൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതാണ്. തൊഴിലവസരം ചോദിച്ചപ്പോൾ പറയാണ് 14 കോടി പേർക്ക് ലോൺ കൊടുത്തു, എന്നിട്ട് പറയാം സർക്കാർ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സ്വകാര്യ ജോലി കൊടുക്കണം നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അത് സ്വകാര്യ വ്യക്തിയല്ലേ തീരുമാനിക്കുന്ന കാര്യം. രാമക്ഷേത്രം സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം പിന്നെ എന്തോന്നിനെ എടുത്തിട്ട് പ്രകടനപത്രിക വെച്ച കഴിഞ്ഞ 7 തവണയായിട്ട് 25 കൊല്ലമായിട്ട്. ഈ ശ്രീധരൻപിള്ള പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഈ ഭൂമി മലയാളത്തിൽ ആർക്കെങ്കിലും പിടികിട്ടിയിട്ടുണ്ടാവും? ശ്രീധരൻപിള്ള പറയോ എൻ്റെ രാജേഷേ ഇതൊക്കെ തട്ടിപ്പാണ്, വാഗ്ദാനം വിശ്വസിക്കാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന കാര്യമാക്കേണ്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ കൂടി പറഞ്ഞിട്ട് രാജേഷ് വെറുതെ സമയം വേണം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കൽപ്പിത കഥകൾ പറയാം. ഞാൻ ആങ്കറുടെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു മഹാനായ വ്യക്തി പണ്ടൊരിക്കൽ എഴുതിയിട്ടുണ്ട്, പാട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ട്രൽ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശീയത എന്ന് പറയുന്നത്, ദേശാഭിമാനം എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടും. സകല തെമ്മാടികളും അതെടുത്ത് ഉപയോഗിക്കപ്പെടും. അത് പാട്രിയോട്ടിസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസവും അങ്ങനെയാണ്. ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയം പറഞ്ഞും വികസനം പറഞ്ഞും വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞും തങ്ങൾ ചെയ്ത വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചും വോട്ട് ചോദിക്കാനുള്ള കെൽപ്പില്ലാതെ വരുമ്പോഴാണ് വിശ്വാസം, മതം, ദേശീയത ഇതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ 5 കൊല്ലം രാജ്യം ഭരിച്ചൊരു പാർട്ടി പറയണ്ടേ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ നോട്ട് നിരോധനം നടത്തി, ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങൾ GST നടത്തി, ഞങ്ങൾക്ക് വോട്ട് തരൂ, ഞങ്ങൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടി, ഞങ്ങൾക്ക് വോട്ട് തരൂ. അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ അവർക്ക്? ഭരണ നേട്ടങ്ങളുടെ പേരിൽ, വികസന കാഴ്ചപ്പാടുകളുടെ പേരിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യമില്ലാതെ വരുമ്പോൾ രാമക്ഷേത്രം പറയും, വിശ്വാസം പറയും, പൗരത്വ പ്രശ്നം പറയും, മതം പറയും, ജാതി പറയും. ഇത് നമ്മുടെ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനുള്ള പരിപാടിയാണ്. ശബരിമല പറയും. ശബരിമലയിൽ ഇത്ര വലിയ നിലപാടുണ്ടായിരുന്നെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരായിരുന്നില്ലേ? ഓർഡിനൻസ് കൊണ്ടുവരായിരുന്നില്ലേ? നിങ്ങൾ അനങ്ങിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസത്തെ ചൂഷണം ചെയ്യണം, വിശ്വാസികളെ പറ്റിക്കണം, മതത്തെ ചൂഷണം ചെയ്യണം, മതവികാരത്തെ നിങ്ങൾക്ക് ഇളക്കി വിടണം, നിങ്ങൾക്കൊരു വ്യാജ ദേശീയത ഉണ്ടാക്കണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകാരിക ചൂഷണം നടത്തണം. നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്യാപത്താണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വൈറസ് ക്യാൻസർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടതോ അതിനേക്കാൾ വലുതോ ആണ്. നിങ്ങൾ ഈ രാജ്യത്തെ, ജനാധിപത്യ രാജ്യത്തെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും രാജേഷ് കൃത്യമായി 2-3 ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. രാജേഷ്, അത് ശബരിമലയിൽ നിങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു, ശബരിമല വിഷയം എടുത്തിരിക്കുന്നു. രണ്ടാമത്തത് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകളാണ്. അതിൽ നിന്ന് ഉത്തരം രാജേഷിൽ നിന്ന് തന്നെയാണ് രാജേഷ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ VV രാജേഷ്, ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ നിങ്ങളെ തിരിഞ്ഞുകുത്തുകയാണ്. കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ല രാജേഷ്. ഈ 40 മിനിറ്റ് ചർച്ച കഴിയാറാവുമ്പോഴും കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്ന ഉത്തരങ്ങളൊന്നും അപർണയ്ക്ക് ബോധ്യപ്പെടാത്തൊരു സാഹചര്യം വന്നാൽ എനിക്ക് പിന്നെ വേറെ മാർഗമൊന്നുമില്ല. ഒരാളിനെ ബോധ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി സ്വരാജ് സ്പെസിഫിക് ആയിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം. അപർണ, അങ്ങനെയല്ല രാജേഷ്, കോൺഗ്രസ് എന്തെല്ലാം അന്ന് നമുക്ക് ആ പത്തനംതിട്ടയിലെ പ്രസംഗത്തിനകത്ത് കോൺഗ്രസ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ ആയിരുന്നില്ലേ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പെട്രോൾ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ? അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്ന വാഗ്ദാനങ്ങൾ, ആ ഒരു വാക്ക് ഒരു പക്ഷേ അത് ചൂണ്ടിക്കാണിക്കാൻ മറ്റ് പാർട്ടികളുടെ നേതാക്കളുമില്ല. കൃത്യമായിട്ട് അത് തന്നെ ആവർത്തിക്കുന്നില്ലേ സ്വരാജും? അതല്ല, ഇപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എൻ്റേതായ രീതിയിൽ, ഞങ്ങളുടെ പാർട്ടിയുടേതായ രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു. അപർണ ഇനി മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി തരാനായിട്ട് സമയം തരികയില്ല. അവരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ, ഞാൻ ഡിഫെൻസീവിലായിക്കോട്ടെ എന്നൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആങ്കർ അങ്ങാണ്. ഈ ചോദിച്ചത് ഞാൻ എൻ്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അങ്ങക്ക് തൃപ്തിപ്പെടുന്ന ഒരു മറുപടി എനിക്ക് പറയാൻ സാധിക്കില്ല. എൻ്റെ മറുപടിയിലേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് മറ്റുള്ള ഉത്തരങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ കടക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാം. ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ഉത്തരമാണ് ചോദിച്ചത്. നേരത്തെ രാജേഷ് പറയുന്നത് പാർട്ടിയുടെ നിലപാടാണെന്ന് പറയുന്നു. ശബരിമല വിഷയത്തിനകത്തും പ്രകടന പത്രിക പറയുമ്പോൾ അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നവരാണ് പറയുന്നത് ഞങ്ങൾ ഇനി അധികാരത്തിൽ വരുമ്പോൾ ഭരണഘടനാപരമായ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പറയുകയാണ് പ്രകടന പത്രിക. സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അങ്ങനെ BJPയുടെ പ്രതിനിധി ആക്രമിച്ച് കീഴടക്കി എന്നുള്ള ഒരു സായുജ്യമടയാനാണ് അങ്ങ് ഈ ചർച്ച നടത്തുന്നതെങ്കിൽ അങ്ങ് ആക്രമിച്ചോളൂ. അല്ല, ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ആരോഗ്യപരമായ ഒരു ചർച്ചയാണ് അങ്ങ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എനിക്ക് മറുപടി പറയാൻ അവസരം തരിക. സ്വരാജ് കുറച്ച് ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ സ്വരാജ് പറഞ്ഞു രാജേഷ് ഈ ചർച്ചയിൽ അപഹാസ്യനായി നിൽക്കുകയാണെന്ന്. എൻ്റെ സ്വരാജെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അപഹാസ്യരായി
27 സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പിന്നാലെ പ്രേമലേഖനവും കൊടുത്ത് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു സംസ്ഥാനത്ത് പോലും സ്വീകരിക്കാതെ സ്വന്തം പാർട്ടി മുന്നണിയുടെ പ്രധാനമന്ത്രിയെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കേണ്ട ഗതികേടിലായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയോട് ഞാൻ എന്ത് പറയാനായിട്ട്? ഇവിടെ അദ്ദേഹം വേറൊന്ന് പറഞ്ഞു, എന്താ സ്വകാര്യ മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ നിങ്ങൾ എന്തിനാ പറയുന്നത്, അവർ കൊടുത്തോളൂലേ എന്ന്. സ്വരാജേ, 14 കോടി പേർക്ക് മുദ്രാ ലോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരാ പണം വാങ്ങിയിട്ട് ഈ 14 കോടി പേരും ഓരോരോ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചു. ഞങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ തൊഴിൽ കൊടുത്തു എന്നല്ല ഞാൻ അവകാശപ്പെട്ടത്. 14 കോടി പേർക്ക് മുദ്രാ ലോൺ കൊടുത്തു. ഓരോരുത്തരും ഓരോ കൊച്ചു 10,000 രൂപ, 50,000 രൂപ, 5 ലക്ഷം രൂപയൊക്കെ എടുത്തിട്ട് ഓരോരോ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി. അവർക്കൊക്കെ തന്നെ തൊഴിൽ ലഭിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ 14 കോടി പേരെ എന്ന് പോയിച്ചാൽ ഞങ്ങൾ എണ്ണിയൊന്നും നോക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ. ഇനി വേറൊന്ന്, അയോധ്യ സുപ്രീം കോടതിയിൽ കിടക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ ഇതെന്താ പറഞ്ഞത്? അതായത് അയോധ്യ വിഷയം ഇന്ത്യയുടെ പൊതുവായി ഒരു സമൂഹത്തിൻ്റെ ആവശ്യമായി ഉയർന്നുവന്ന വിഷയം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതി അവിടുത്തെ കോടതിയിൽ അലഹബാദ് കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും എത്തി. ഗവൺമെൻറ് കാത്തിരിക്കുന്നത് സുപ്രീം കോടതി വിധിയിലൂടെ ഒരു സമന്വയത്തിലൂടെ അത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് ഗവൺമെൻറ് കാത്തിരിക്കുന്നത്. ഇനി ആ വിധി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഗവൺമെൻറ് ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമെടുക്കും, ആലോചിക്കും. ശബരിമലയിൽ നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഇന്ന് ശബരിമല വിഷയം കോടതി നേരിട്ട് രാജേഷിനോട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കം യോഗി ആദിത്യനാഥ് പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് സുപ്രീം കോടതി വിധിയടക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അയോധ്യയുടെ. ഇത്ര പെട്ടെന്ന് നിങ്ങൾ സമവായത്തിലാണ് നിൽക്കുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് എന്തിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇലക്ഷൻ മുമ്പായിട്ട് ഇത്ര പെട്ടെന്ന് വേണമെന്നായിരുന്നു ഇത്ര നിർബന്ധം? അങ്ങനെ ആ യോഗി ആദിത്യനാഥ് നിങ്ങളെ ഹിന്ദു ബെൽറ്റിൽ കൗ ബെൽറ്റിൽ ഒരുപാട് പേരെ കോൺസ്റ്റന്റ്ലി പറഞ്ഞുകൊണ്ടിരുന്നത് സുപ്രീം കോടതി പരമോന്നത നീതിപീഠത്തെ ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ജുഡീഷ്യറിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അവകാശം ഒരു രാഷ്ട്രീയക്കാരനുമില്ല. പക്ഷെ നിങ്ങളുടെ ആൾക്കാരെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞോ? അങ്ങയുടെ സമയത്ത് ഞാൻ ഇടപെടാറില്ലല്ലോ സുഹൃത്തെ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഉത്തരം താങ്കൾ പറയുന്നുണ്ട്. ഇവിടെ ശബരിമല വിഷയം അദ്ദേഹം ചോദിച്ചതിനെ അല്ല, ഉത്തരം ഞാൻ പറഞ്ഞോളാം, അങ്ങനെ അവിടെ ഇരിക്കൂ. പിന്നെ അപർണ, ഇവിടെ ശബരിമല വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇന്നെന്താ ഞങ്ങളുടെ പ്രകടനത്തിൽ പറഞ്ഞിട്ടുള്ളത്? ഈ വികാരം, വിശ്വാസികളുടെ വികാരം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഒരു അഫിഡവിറ്റിലൂടെയോ മറ്റോ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതിനുശേഷം ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നടപ്പിലാക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ പറ്റുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ട് രാജേഷ്, അതാണ് രാജേഷ്, അത് തന്നെയാണ് വിഷയം. അത് എനിക്ക് മനസ്സിലാകുന്നില്ല രാജേഷ്, ആ വിഷയമാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാക്കൾ ഒരാൾ കൂടിയാണ് രാജേഷ്. ഇത് ഒരു ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. വിശ്വാസപരമായ വിഷയങ്ങൾ ഒരു കോംപ്രഹെൻസീവ് മാനറിൽ സുപ്രീം കോടതിക്ക് മുൻപാകെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അതായത് പിന്നെ സംസ്ഥാന സർക്കാർ നിയമം ഉണ്ടാക്കണം ആ സമയത്ത് പറഞ്ഞിരുന്നതിന്റെ അർത്ഥം ഇത് സംസ്ഥാന BJP എന്താണ് ഇത് കണ്ടിട്ട് മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. കുറേ ദിവസം ഈ ചർച്ച ചെയ്തതാണല്ലോ ഇവിടെ. അപർണ, ഒരു വിഷയം ഒരു സംസ്ഥാനത്ത് ഉയർന്നു വരുമ്പോൾ, ഒരു പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഉയർന്നു വരുമ്പോൾ പിറ്റേ ദിവസം കേന്ദ്ര ഗവൺമെന്റ് ജോലി പിറ്റേ ദിവസം നിയമം ഉണ്ടാക്കുകയല്ല. എങ്ങനെയാണ് കണക്കാക്കുന്നത്? BJPയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു കോൺഗ്രസ്. BJP കേന്ദ്രത്തിലാണ് ഓർഡിനൻസ് കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞ് CPM-നെ വിമർശിച്ച രാജേഷ് ഒന്ന് ഇടപെടട്ടെ. കാരണം കോൺഗ്രസിന്റെ അവർ സംസാരിച്ചിട്ടേ ഇല്ല. വിദ്യാബാലകൃഷ്ണൻ, ശബരിമല വിഷയത്തിനകത്ത് BJPയുടെ പ്രകടന പത്രികത്ത് പറയുന്നതല്ലേ സാമർത്ഥ്യം എന്താണ്? ഇടപെടുകയാണെങ്കിൽ ചോദ്യം ചോദിക്കാതിരിക്കണം. അതിന്റെ മറുപടി പറയാം രാജേഷ്. വിദ്യാബാലകൃഷ്ണൻ, കോൺഗ്രസിന്റെ ഒരു വെർഷനെങ്കിലും കേൾക്കണമല്ലോ പ്ലീസ്. അപർണ ഓക്കെ, ശബരിമല വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ BJP ആണെങ്കിലും CPM ആണെങ്കിലും രണ്ടുപേർക്കും കൃത്യമായിട്ട് അവരുടേതായ ഒരു ലക്ഷ്യം നടപ്പിലാക്കുക എന്നതായിരുന്നു.
BJP സ്വീകരിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് വിശ്വാസികളുടെ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും മറുവശത്ത് നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ വർഗീയമായിട്ട് മുതലെടുക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. BJPയുടെ പല ആളുകളും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ആളുകളാണ്. അവർ വീണ്ടും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം BJPയുടെ അല്ലെങ്കിൽ യുവമോർച്ചയുടെ യോഗത്തിൽ ചെന്നുകൊണ്ട് പറഞ്ഞത് അവരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഇതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, ഇതിനെ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കണം, അതിന് ധ്രുവീകരണം ഉണ്ടാക്കണം എന്നുള്ള അജണ്ടയാണ്. അല്ലാതെ അയ്യപ്പനോടുള്ള സ്നേഹമോ വിശ്വാസികളോടുള്ള സ്നേഹമോ ആയിരുന്നില്ല BJP ഈ ഒരു കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഇവിടെ സ്വരാജ് പറഞ്ഞതുപോലെ BJPക്ക് വേണമെങ്കിൽ കേന്ദ്രത്തിൽ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഓർഡിനൻസ് കൊണ്ടുവരായിരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരെ മുന്നിലുണ്ടായിരുന്നു. അതൊന്നും നടപ്പിലാക്കാതെ വികസനം കഴിഞ്ഞ 5 വർഷമായിട്ട് ഒന്നും തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഇപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ്. നരേന്ദ്രമോദി ഏത് പ്രസംഗത്തിലാണ് ഹിന്ദു എന്ന് പറയുന്ന വാചകം ഒഴിവാക്കുന്നത്? എല്ലാ പ്രസംഗത്തിലും പോയിട്ട് ഈ രാജ്യത്ത് എത്ര മതങ്ങളുണ്ട്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും, ഇവരെക്കുറിച്ച് ഒന്നും പറയാതെ എല്ലായിടത്തും പോയിട്ട് ഹിന്ദു 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 എന്നുള്ള ആ ഒരു രീതിയിലുള്ള ടോക്ക് മാത്രം, ആ രീതിയിലുള്ള പ്രസംഗം മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മാക്സിമം വർഗീയത ആളിക്കത്തിക്കണം. അത് രാമക്ഷേത്രമാണെങ്കിലും അത് ശബരിമലയാണെങ്കിലും അത് ദേശീയതയാണെങ്കിലും ഇത് ഏതും ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തെ വികസനം ചർച്ച ചെയ്യാതെ വെറും വർഗീയതയുടെ പേരിൽ മാത്രം ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് എത്രയധികം തൊഴിലുകളാണ് ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടുള്ളത്. അതുപോലെ ഈ മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞു. ഈ മുദ്രാ ലോണിലൂടെ ആളുകൾ എടുത്ത് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയ സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നു, നാഷണലിസത്തെ കുറിച്ച് പറയുന്നു. പുൽവാമ അറ്റാക്ക് ഉണ്ടായത് നമ്മുടെ അണ്ണാക്കി വന്നിരുന്നവർ ചെയ്തിട്ട് പോവാണ്. നമ്മൾ ഈ നാഷണൽ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിൾ 307 റിപ്പീൽ ചെയ്യുന്നു പറഞ്ഞു. കാശ്മീർ ജനതയ്ക്ക് വാജ്പേയി പറഞ്ഞ ഇൻസാനിയത്തിന് പകരം വാജ്പേയി ആണ് ആദ്യം പറഞ്ഞത് ഇൻസാനിയത്താണ് നടക്കണം എന്നുള്ളത്. അതിനെതിരെ ഇത്രയും രൂക്ഷമായി അത് ആർട്ടിക്കിൾ 35A ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യണമെന്ന് പറഞ്ഞ എത്ര റോങ് മെസ്സേജ് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നത്? അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നല്ലേ, ഈ ദേശരാഷ്ട്രത്തിന്റെ കൂട്ടത്തിൽ നിന്നല്ലേ, അവരെ അക്കോമഡേറ്റ് ചെയ്യാനല്ലേ നോക്കേണ്ടത്? ഇത്രേ ഉള്ളൂ. സ്വരാജ്, രാജേഷിന് കൊടുക്കാനുള്ള മറുപടി ഒപ്പമുണ്ട്. അപ്പോഴും പ്രകടന പത്രികയിലെ ചില വിഷയങ്ങളുണ്ട്, അത് ന്യൂനപക്ഷങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണോ അടക്കമുള്ള ചോദ്യങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് അടക്കമുള്ള ചില വിഷയങ്ങളുണ്ട്. എല്ലാത്തിനും സമയമില്ല, എങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും ഞാൻ ഈ ചർച്ചയിൽ ഇനി രാജേഷോട് ഒന്നും ചോദിക്കുന്നില്ല. കാരണം രാജേഷ് അപഹാസ്യനായി എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ദൗർബല്യത്തെ അദ്ദേഹം അറിയാതെ തുറന്നു കാണിക്കുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ ചോദ്യങ്ങളായി നിൽക്കട്ടെ. ചർച്ച കേൾക്കുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ അതുണ്ടാവും, അവർ അത് പരസ്പരം ചോദിക്കുകയും ചെയ്യും. മുദ്രാ ലോൺ എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൽ മുദ്രാ ലോൺ എടുത്തിട്ട് എത്ര ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടിയെന്നൊക്കെ ജനങ്ങൾ ഏതെങ്കിലും ഒരാളെ, മുദ്രാ ലോൺ വഴി ജോലി കിട്ടിയ ഒരാളെ കണ്ടുമുട്ടുന്ന ജനങ്ങൾ വിശ്വസിച്ചോട്ടെ എന്ന് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. ഇതിനെ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത, മതനിരപേക്ഷത, ഈ വൈവിധ്യങ്ങൾ, ഇതിനെയെല്ലാം തകർക്കുന്ന, ഭീഷണിയിലാഴ്ത്തുന്ന ഒരു പ്രകടന പത്രികയാണിത്. അതുകൊണ്ട് അതൊക്കെ അവർ ചെയ്യുമോ ഇല്ലയോ എന്നതിനർത്ഥമില്ല. ചെയ്യില്ലാന്ന് ശ്രീധരൻപിള്ള നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ അവർ ലക്ഷ്യം വെക്കുന്നതാണ്. വർഗീയമായ ഒരു ധ്രുവീകരണം ഉണ്ടാവണം. ആ ലക്ഷ്യത്തോടു കൂടിയുള്ള അങ്ങേയറ്റം നീചമായ ഒരു കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അവർ ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവ് ഇവിടെ പറഞ്ഞ ശബരിമലയുടെ കാര്യമൊക്കെ എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ആ കൂട്ടത്തിൽ കോൺഗ്രസും ശബരിമല സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ എന്താണ് പറഞ്ഞതെന്നൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ചരിത്ര വിധി എന്നാണ് പറഞ്ഞത്. പവൻ ഖേര പറഞ്ഞത് വിദ്യാഭ്യാസം ഇല്ലാത്തവരും വിവരമില്ലാത്തവരും മാത്രമേ ഈ വിധിക്കെതിരായി സമരം ചെയ്യുന്നതാണ് അവരുടെ. തീർച്ചയായും സമയപരിമിതി കൊണ്ട് വി വി രാജേഷ് മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. ചുരുങ്ങിയ വാക്കുകളാണ്. പക്ഷേ ഞാൻ രാജേഷിലേക്ക് തന്നെ വന്ന് ചർച്ച അവസാനിപ്പിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ ചോദ്യം ഉയർന്നത് BJPക്കെതിരെ ആയതുകൊണ്ട് തന്നെയാണ്. വി വി രാജേഷ് പ്ലീസ്. അപർണ, ഇവിടെ ഞാൻ നാളെ അപർണയെയും സ്വരാജിനെയും സ്വരാജിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെങ്കിൽ ഒന്ന് ടെലിഫോൺ അറ്റൻഡ് ചെയ്യണം. അങ്ങയുടെ നമ്പറിലേക്ക് കേരളത്തിൽ മുദ്രാ ലോൺ എടുത്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയ നിരവധി ആൾക്കാരെ കൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് വായിക്കും, ഫോൺ ചെയ്യിക്കും. അപർണയെയും വിളിക്കും, സ്വരാജിനെയും വിളിക്കും. ഫോൺ അറ്റൻഡ് ചെയ്യണം.
കാര്യം തന്നെയാണ് പറയുന്നത്. അല്ല, അങ്ങല്ലേ ചോദിച്ചത്. കേരളത്തിൽ മുദ്രാ ലോൺ എടുത്ത് ആരെങ്കിലും കണ്ടുമുട്ടണമെങ്കിൽ അറിയിക്കണമെന്ന് അറിയിക്കാം. നാളെ അങ്ങയെ വിളിക്കും, അവർനെയും വിളിക്കും. അതൊന്ന് നിൽക്കട്ടെ. കാര്യം തന്നെയാണല്ലോ പറയുന്നത്. കാര്യം പറയുമ്പോൾ ഹിന്ദു എന്നുള്ള പദം എന്തിനാ ഹിന്ദു എന്നുള്ള പദം എന്തിനാ ഇങ്ങനെ ഹിന്ദു എന്നുള്ള പദം എന്തിനാ ഒഴിവാക്കുന്നത്? എന്തിനാ ഭയക്കുന്ന ആ പദം പറയാൻ വേണ്ടി? വേറൊന്നും ഇവിടെ സ്വരാജ് പറഞ്ഞു, അല്ല അത് മാത്രമേ പറയുന്നുള്ളൂ. ഇന്ത്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏതൊരു പ്രസംഗമാണെങ്കിലും ഏതൊരു വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ഹിന്ദി എന്നുള്ള വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ബാലകൃഷ്ണൻ സുഹൃത്തെ, ഞാൻ അങ്ങയെ തടസ്സപ്പെടുത്തിയില്ലല്ലോ. രാജേഷ് പറഞ്ഞോളൂ, കാരണം നമുക്ക് സമയം തീരുകയാണ്. രാജേഷ് സമയം തീരുകയാണ്. ഞാൻ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, തീരുമ്പോഴേ എന്നെ വിളിക്കുള്ളൂ. സ്വരാജെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വിപത്ത് ആരാണെന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ഞാനും അങ്ങനെയല്ല, നമുക്ക് അതിന്റെ അധികാരമില്ല. ഒരു കാലഘട്ടത്തിൽ സാങ്കേതികമായിട്ടെങ്കിലും നിങ്ങളുടെ 4 പേരും എനിക്കെതിരല്ലേ നിൽക്കുന്നത്. സാങ്കേതികമായിട്ടാണെങ്കിലും നിങ്ങളായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ CPM ആയിരുന്നല്ലോ പ്രതിപക്ഷം, AKG ആയിരുന്നല്ലോ പ്രതിപക്ഷ നേതാവ് ടെക്നിക്കലി എങ്കിലും. ആ നിങ്ങൾ വിപത്താണെന്ന് കണ്ടുകൊണ്ടല്ലേ എൻ്റെ സ്വരാജെ മൂലയ്ക്ക് ഇരുത്തിയത്. 11 സീറ്റിലേക്ക് ഒതുക്കിയില്ല സ്വരാജെ. ഒറ്റയ്ക്ക് ഏതെങ്കിലും സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ? രാജേഷ് സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു, എനിക്കറിയാം രാജേഷ്. എന്നാലും പറഞ്ഞു തീരുകയുണ്ടാവില്ല. എഴുതി കഴിഞ്ഞു. ദേശീയ പദവി നഷ്ടപ്പെടാൻ പോവുകയാ. പ്രകടനം മാത്രമായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പത്രിക എന്നൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. സമയപരിമിതി ഇടപെടാതെ യാതൊരു നിവൃത്തിയുമില്ല. പ്രകടനം മാത്രമാണ് പത്രികകൾ എന്ന് പറയുന്നത് 76% പ്രേക്ഷകരും, അല്ല എന്ന് വെറും 24% പ്രേക്ഷകരും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. VV രാജേഷ്, M സ്വരാജ്, വിദ്യാ ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ N ലാൽകുമാർ. പൂർണ്ണമാകുകയാണ് പ്രൈം ഡിബേറ്റ്. നമസ്കാരം.